പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹാഫ് ഇയർലി കെമിസ്ട്രി എക്സാമിൻ്റെ ആൻസർ കീയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 1 to 5 ഈച്ച് ക്യാരീസ് 1 സ്കോർ. അതായത് 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും 4 എണ്ണമാണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും ഓരോ മാർക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോളാർ കോമ്പൗണ്ട്? താഴെ തന്നിട്ടുള്ളതിൽ പോളാർ കോമ്പൗണ്ട് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൻസർ, ഓപ്ഷൻ സി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ഇതിൽ ട്രാൻസിഷൻ എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന്. അതിന് ആൻസർ ഡി ആണ്. ദേ ബിലോങ് ടു ഗ്രൂപ്പ് 3 to 12. നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള എലമെൻറ്റ്സ് ആണ്. ദെൻ 3, ദ പ്രോസസ് ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ. അവിടെ ഓക്സിഡേഷൻ എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ. അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. അതേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1, വിച്ച് വെൻ പൗഡേർഡ് എഗ് ഷെൽ റിയാക്ട് വിത്ത് ദ ഡൈല്യൂട്ട് HCl ദ സ്പീഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ്. നമ്മൾ റിയാക്ഷൻ റേറ്റിൽ ഓൾറെഡി പഠിച്ചാണ് അല്ലേ. പൗഡേർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇവിടെ പൗഡേർഡ് എഗ് ഷെൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നതിൻ്റെ അളവ് കൂടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2, വെൻ പൗഡേർഡ് ദ സർഫസ് ഏരിയ ഓഫ് എഗ് ഷെൽ ഇൻക്രീസസ് അല്ലേ. അതായത് ഒരു സബ്സ്റ്റൻസിനെ പൗഡർ ആക്കുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതൊരു ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1 അല്ലേ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ അതിൽ എ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ദെൻ 5th ക്വസ്റ്റ്യൻ, ഇഫ് 20 gram solute is present in 100 gram solution, the mass percentage of the solute is 20%. നമുക്കറിയാം, അതായത് മാസ് ഓഫ് സൊല്യൂട്ട് 20 gram ആണ്. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100 gram ആണ്. ഇത് സൊല്യൂഷൻ ഡയറക്റ്റ് തന്നതുകൊണ്ട് സിമ്പിളാണ്. സോ 20/100 × 100 കാണുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുക 20 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 6 to 10 ഈച്ച് ക്യാരീസ് 2 സ്കോർ. അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ദെൻ 6th ക്വസ്റ്റ്യൻ, ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൺ. Na 0.93, ക്ലോറിൻ 3.16, കാർബൺ 2.55, ദെൻ ഓക്സിജൻ 3.44. Find the nature of chemical bond in the following compound by analyzing the above electronegativity value. നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവിലുള്ള ഡിഫറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അയോണിക് ബോണ്ടാണോ കോവാലൻറ്റ് ബോണ്ടാണോ എന്ന് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. അതായത് നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവിലുള്ള ഡിഫറൻസ് 1.7 കൂടുതലാണെങ്കിൽ അത് അയോണിക് കോമ്പൗണ്ടും 1.7 കുറവാണെങ്കിൽ അത് കോവാലൻറ്റ് കോമ്പൗണ്ടും ആയിരിക്കും. ഇവിടെ NaCl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയോണിക് കോമ്പൗണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഒരു കോവാലൻറ്റ് കോമ്പൗണ്ടും ആയിരിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7, സെലക്ട് ദ കെമിക്കൽ ഇക്വേഷൻ വിച്ച് ആർ നോട്ട് ബാലൻസ്ഡ് ആൻഡ് ബാലൻസ് ദം. അതായത് 4 കെമിക്കൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഇതിൽ ബാലൻസ് അല്ലാത്തത് കണ്ടെത്തി അതിനെ ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബിയും ഡിയും ആണ് ബാലൻസ് അല്ലാത്തത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് N2 + 3H2 gives 2NH3. ദെൻ ഡി ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് 2Na + Cl2 gives 2NaCl. ദെൻ 8th ക്വസ്റ്റ്യൻ, അതിൽ ഓപ്ഷൻ എ ആയിട്ട് വരുന്നത് വാട്ട് ഈസ് മീൻ ബൈ എ കാറ്റലിസ്റ്റ്. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആൻസറാണ്. സബ്സ്റ്റൻസസ് ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച് ആർ കോൾഡ് കാറ്റലിസ്റ്റ്. ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ് വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ആൻസർ മാത്രമാണ് എല്ലാവർക്കും വേണ്ടത്. ദെൻ നെക്സ്റ്റ്, വിച്ച് കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഏത് കാറ്റലിസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ. ഇവിടെ MnO2 അല്ലെങ്കിൽ മാംഗനീസ് ഡയോക്സൈഡാണ് യൂസ് ചെയ്യുന്നത്. ദെൻ 9th ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് 2 എലമെൻറ്റ്സ് A and B ആർ ഗിവൺ. A = 281 ആണ് എയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. B 285 ആണ്. ദെൻ വിച്ച് ഓഫ് ദീസ് ഹാസ് ബിഗർ ആറ്റം? വൈ? ഇതിലേതാണ് ബിഗർ ആറ്റമായിട്ട് വരുന്നത്? അതിൻ്റെ ആൻസർ എ ആയിരിക്കും.
ദെൻ വൈ എന്നൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതിൻ്റെ ആൻസറോടെ ചെയ്യണം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ആറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാണ്. കാരണം നമ്പർ ഓഫ് ഷെല്ല് ഇൻക്രീസ് ചെയ്യുന്നില്ല അല്ലേ. നമ്പർ ഓഫ് സെല്ല് സെയിം ആയിരിക്കും ഒരു പീരീഡിൽ. പിന്നെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ ന്യൂക്ലിയർ എഫക്റ്റ് കൂടുന്നത് കൊണ്ട് തന്നെ ആറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതായത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള പീരീഡിൽ ആറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ നോക്കുന്ന സമയത്ത് എ ആയിരിക്കും വലിയ ആറ്റം വരുന്നത്. കാരണം എനേക്കാളും കുറച്ചുകൂടെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന എലമെൻ്റാണ് ഇത് ബി എന്ന് പറഞ്ഞത്. ദെൻ 10th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ആസിഡ് ആൻഡ് ആൽക്കലി റിക്വയർഡ് ടു ഫോം ദ ഫോളോയിങ് സാൾട്ട്. ഇവിടെ 2 സാൾട്ട് തന്നിട്ടുണ്ട്. അത് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആസിഡും ആൽക്കലിയുമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആസിഡും ആൽക്കലിയും കമ്പൈൻ ചെയ്തിട്ടാണല്ലോ വാട്ടറും സാൾട്ടും കിട്ടുന്നത്. ദെൻ മഗ്നീഷ്യം സൾഫേറ്റ് ഫോം ചെയ്യണമെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡുമാണ് ആവശ്യമായിട്ടുള്ളത്. ദെൻ കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡും അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും. ദെൻ നെക്സ്റ്റ്, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 11 to 15 ഈച്ച് ക്യാരീസ് 3 സ്കോർ. അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്. ദെൻ അതിൽ 11th ക്വസ്റ്റ്യൻ എ, ഇല്ലുസ്ട്രേറ്റ് ദ ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് യൂസിങ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഫില്ല് ചെയ്യാൻ. അതിൻ്റെ പിക്ചർ വരയ്ക്കുകയാണ് വേണ്ടത്. ദെൻ ബി, വിച്ച് ഈസ് ദി കാറ്റയോൺ പ്രസൻറ്റ് ഇൻ മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡിൽ പ്രസൻ്റ് ആയിരിക്കുന്ന കാറ്റയോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് Mg ആണ്, മഗ്നീഷ്യമാണ്. നമുക്കറിയാം കാറ്റയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് അയൺ ഫോംഡ് ബൈ ലൂസിങ് ഇലക്ട്രോൺ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ ആർ കോൾഡ് കാറ്റയോൺസ്. അപ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് അയോണായിട്ട് മാറുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ കാറ്റയോൺ എന്ന് പറയുന്നത്. അയോണുകൾക്കാണ് കാറ്റയോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ 12th ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗിവൺ ഇക്വേഷൻ Zn + 2HCl gives ZnCl2 + H2. ഈ കെമിക്കൽ ഇക്വേഷനിൽ അതിൽ എ ഓപ്ഷനായിട്ട് ചോദിക്കുന്നത് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ആറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഈ ആറ്റങ്ങളുടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപും ശേഷമുള്ള ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ആൻസറായിട്ട് വരുന്നത് ബിഫോർ ദ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും, ഹൈഡ്രജൻ +1 Cl -1 ആയിരിക്കും. ആഫ്റ്റർ റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്ക് +2 ആയിരിക്കും, Cl2 എന്ന് പറഞ്ഞാൽ -1 ആണ്, H2 ഹൈഡ്രജൻ 0 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഈസ് ദിസ് എ റിഡോക്സ് റിയാക്ഷൻ, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു റിയാക്ഷനിലും ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. Then 13th question, you are given beakers, ammonium chloride, water and a spatula. Write the procedure for preparing each of the following. അതായത് നമുക്ക് അതിൽ A, B, C എന്ന് പറഞ്ഞ 3 ഓപ്ഷനാണുള്ളത്. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. ഇത് 3ഉം പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് 100 ml വാട്ടർ ഇൻ എ ബീക്കർ, ഡിസോൾവ് അമോണിയം ക്ലോറൈഡ് ഇൻ സ്മോൾ പോർഷൻസ് ആൻഡ് സ്റ്റിർ കണ്ടിന്യൂസ്ലി ആഡിങ് മോർ അമോണിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ. So after some time the solute does not dissolve anymore. A solution thus obtained is called a saturated solution. ഇത് നമുക്കറിയാം സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൊല്യൂട്ട് ആ വാട്ടറിൽ ഡിസോൾവ് ആവാതെ കിടക്കും. ആ ഒരു സൊല്യൂഷനാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൽ ബി വരുന്നത് എ ആണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ബിഫോർ ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് ഫോംഡ് അമോണിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഡിസോൾവ്ഡ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. ദിസ് ഈസ് കോൾഡ് ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ദെൻ സി ആയിട്ട് വരുന്നത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. The solution containing more amount of ammonium chloride than required to saturate it at a particular temperature is called supersaturated solution. അതായത് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അമോണിയം ക്ലോറൈഡ് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ അമോണിയം ക്ലോറൈഡിനെ ഇവിടെ ഡിസോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. Then 14th question, analyze the equation and table regarding the formation of water by combining hydrogen with oxygen. അതായത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ടേബിളിൽ സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. മാസ് ഓഫ് ഹൈഡ്രജൻ ടേക്കൺ ഇൻ ഗ്രാം സിറ്റുവേഷൻ 1ൽ 2 ആണ്. മാസ് ഓഫ് ഓക്സിജൻ ടേക്കൺ ഇൻ ഗ്രാം 16 ആണ്. മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസിങ് 18 ഗ്രാം ആണ്. സെക്കൻഡ് സിറ്റുവേഷനിൽ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 4 ഗ്രാം ആണ്, ഓക്സിജൻ്റെത് 32 ആണ്.
ദെൻ മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസിങ് 36 ആണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻ ആൻഡ് ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്? ഈ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ. വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ് ടേബിൾ? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ലോ ആണ് ഇവിടെ പറയുന്നതാണ്? നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ദെൻ അത് സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻ വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദി പ്രൊഡക്ട്സ്. Then 15th question, magnesium is added to hydrochloric acid taken in a test tube. Which is a gas formed? Then answer A, hydrogen ആയിരിക്കും. Then B, what type of chemical reaction is this? ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. റൈറ്റ് എനി വൺ മെത്തേഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ, ഈ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസ് ദ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. Then answer any 4 questions from 16 to 20. Each carries 4 score. Then 16th question, magnesium react with chlorine to form magnesium chloride. Write the balanced chemical equation of this reaction. ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 2Mg plus Cl2 gives 2MgCl. Then B, write the change in oxidation number of magnesium in this reaction. ഈ ഒരു റിയാക്ഷനിൽ മാഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറിലുള്ള ചേഞ്ചാണ് എഴുതേണ്ടത്. ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചസ് ഫ്രം 0 to +2. ദെൻ അതിൽ സി, റൈറ്റ് ദ ഓക്സിഡേഷൻ റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ സെപ്പറേറ്റ്ലി. ഓക്സിഡേഷനും റിഡക്ഷനും സെപ്പറേറ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ദെൻ ഓക്സിഡേഷൻ Mg plus 2 electron gives Mg2+. Reduction Cl plus 1 electron gives Cl-. Then 17th question, the atomic number of an element is 6. In how many shell electron are present in this element? 2 ആയിരിക്കും ആൻസർ. ദെൻ ബി, ഇൻ വിച്ച് ഓഫ് ദിസ് ഷെൽ ഇലക്ട്രോൺ വിത്ത് ഹയർ എനർജി ആർ പ്രസൻറ്റ്? അതായത് എനർജി കൂടിയ ഇലക്ട്രോൺ ഏത് ഷെല്ലിലായിരിക്കും? എൽ ഷെല്ലിലായിരിക്കും കാണപ്പെടുന്നത്. അതായത് കെയും എല്ലും ഷെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും എനർജി കൂടിയതെന്ന് പറഞ്ഞാൽ ഓട്ടോമോൾ ഷെല്ലിലായിരിക്കും. Then an isotope of this element is used for determining the age of fossil. Write the name of this isotope. അതായത് ഈ ഒരു എലമെൻറ്റിൻ്റെ ഒരു ഐസോട്ടോപ്പ് ഫോസിലിൻ്റെ അല്ലെങ്കിൽ ഫോസിലിൻ്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ഐസോട്ടോപ്പാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാർബൺ 14 ആയിരിക്കും. റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോട്ടോപ്സ് ആൻഡ് ഐസോബാർ. അതാണ് ഡി ഓപ്ഷൻ. Question number 18. The change in the number of molecules having threshold energy with temperature is illustrated in the graph. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ നമ്പർ ഓഫ് മോളിക്യൂൾ അറ്റൈൻഡ് ത്രെഷോൾഡ് എനർജിയും. then ഇവിടെ ക്വസ്റ്റ്യൻ, what is threshold energy? Reactants undergoing a chemical reaction require a certain amount of kinetic energy to get converted into products. This energy called threshold energy. അതായത് റിയാക്റ്റൻസിന് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടി ആവശ്യമുള്ള ഒരു മിനിമം കൈനറ്റിക് എനർജിക്കാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. Then B, write an experiment which shows rate of reaction depends on temperature. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു പ്രൊസീജിയർ ഇതാണ്. ദെൻ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ടേക്ക് 2 ml ഓഫ് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് പോർ ഇൻ ടു ഇറ്റ് 2 ml ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ടേക്കൺ ഇൻ അനദർ ടെസ്റ്റ് ട്യൂബ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന 2 ml സോഡിയം ഹൈഡ്രോക്സൈഡ് മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന 2 ml അമോണിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. Then there is no experience of smell. Then heat the test tube and check the smell again. The pungent smell of ammonia is obtained when the test tube is heated. That is, the increase in the rate of reaction is due to the increase in temperature. Then അതിൽ C question വരുന്നത്, why speed of reaction increases when the reactants are heated? അതായത് റിയാക്റ്റൻസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് ഓഫ് റിയാക്ഷൻ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാന്നാണ്. എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് ത്രെഷോൾഡ് എനർജി ഓഫ് മോളിക്യൂൾ. ത്രെഷോൾഡ് എനർജീൻ്റെ ബേസിലാണ് ഇതിൻ്റെ ആൻസർ പറയാൻ പറഞ്ഞിട്ടുള്ളത്. then എൻ്റെ ആൻസറായിട്ട് വരുന്നത്, when the reactants are heated the kinetic energy of the particle increases. That is, as the temperature increases the number of particles that attain the threshold energy increases and as a result number of effective collision increases leading to an increase in the rate of reaction. ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ത്രെഷോൾഡ് എനർജി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ഫലമായിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും.
Then 19th question, the atomic number of aluminum, carbon, oxygen and chlorine are given below. Aluminum 13, carbon 6, oxygen 8 and chlorine 17. ഇതിൽ എ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഫൈൻഡ് ദ വാലൻസീസ് ഓഫ് ദീസ് എലമെൻറ്റ്. നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാലൻസി കണ്ടെത്താം. അലൂമിനിയത്തിൻ്റെ വാലൻസി 3 ആണ്, കാർബൺ 4 ആണ്, ഓക്സിജൻ 2, ദെൻ ക്ലോറിൻ 1 ആയിരിക്കും. ദെൻ ബി, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് യൂസിങ് ദീസ് വാലൻസീസ്. ഇവിടെ തന്നിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡും കാർബൺ ടെട്രാ ക്ലോറൈഡുമാണ്. നമുക്കറിയാം ആദ്യം പോസിറ്റീവ് അയോൺ എഴുതുക, ദെൻ നെഗറ്റീവ് അയോൺ, അതിൻ്റെ സിമ്പൽ അടുത്തായിട്ട് എഴുതുക. ദെൻ ഓരോ എലമെൻറ്റിനും കിട്ടിയ വാലൻസി പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താണ് നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുന്നത്. അപ്പോൾ അലൂമിനിയം ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Al2O3 ആയിരിക്കും. അലൂമിനിയത്തിൻ്റെ വാലൻസി ആയിട്ടുള്ള 3 ഓക്സിജൻ്റെ താഴെയും ഓക്സിജൻ്റെ വാലൻസി ആയിട്ടുള്ള 2 അലൂമിനിയത്തിൻ്റെ താഴെയും അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ദെൻ കാർബൺ ടെട്രാ ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CCl4 ആയിരിക്കും. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ, സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ. CaCO3 gives CaO plus CO2. Then H2 plus Cl2 gives 2HCl. Then SO2 plus H2O gives H2SO3. Then for H2SO4 plus BaCl2 gives BaSO4 plus 2HCl. Then ഇതിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എ, വാട്ട് ആർ കോമ്പിനേഷൻ റിയാക്ഷൻസ്? സെലക്ട് ആൻ ഇക്വേഷൻ ഫോർ കോമ്പിനേഷൻ റിയാക്ഷൻ ഫ്രം ദോസ് ഗിവൺ എബോവ്. ഞാനിവിടെ കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എൻ്റെ ഡെഫിനേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ദ റിയാക്ഷൻ ഇൻ വിച്ച് 2 or more സിമ്പിൾ സബ്സ്റ്റൻസസ് കമ്പൈൻ ടു ഫോം എ കോമ്പൗണ്ട് ഈസ് കോൾഡ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഒന്നോ അതിലധികമോ സിമ്പിൾ സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് ലഭിക്കുകയാണെങ്കിൽ അത്തരം റിയാക്ഷനെ കോമ്പിനേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇതിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിളായിട്ട് വരുന്നത് 2ഉം 3ഉം കോമ്പിനേഷനാണ്. H2 plus Cl2 gives 2HCl, അല്ലെങ്കിൽ SO2 plus H2O gives H2SO3. ഇതിൽ എഴുതിയാലും ശരിയാണ്. ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ, സെലക്ട് വൺ ഇക്വേഷൻ ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഫ്രം ദി എബവ്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് CaCO3 gives CaO plus CO2. ദെൻ അതിൽ സി ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഫോർ ഡിനോട്ട്സ് എ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, എക്സ്പ്ലെയിൻ. അതായത് ഇക്വേഷൻ ഫോർ ഒരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് 2 കോമ്പൗണ്ട്സ് റിയാക്ടിങ് വിത്ത് ഈച്ച് അതർ ഇൻ്റർചേഞ്ചിങ് ദെയർ അയോൺ ടു ഫോം 2 ന്യൂ കോമ്പൗണ്ട്. അതായത് 2 കോമ്പൗണ്ട്സ് പരസ്പരം റിയാക്ട് ചെയ്തിട്ട് അവരുടെ അയോൺസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷനാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതിന് ഫോർത്ത് എക്സാമ്പിളായിട്ട് വരുന്ന H2SO4 plus BaCl2 gives BaSO4 plus 2HCl. ഇതിൽ റിയാക്റ്റൻറ്റിൻ്റെ സ്ഥാനത്തുള്ള H2SO4 ഹൈഡ്രജനും H2ഉം SO4 ഒന്നിച്ചാണ്. ദെൻ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ SO4 BA ബേരിയത്തിൻ്റെ കൂടെയും അതേപോലെ BaCl2ൻ്റെ കൂടെയുള്ള ക്ലോറിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ്റെ കൂടെയും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഥവാ H2SO4ലുള്ള അയോണിനെ SO4 BAൻ്റെ കൂടെയായിട്ട് മാറുന്നു, BAൻ്റെ കൂടെയുള്ള ക്ലോറിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ്റെ കൂടെയായിട്ട് മാറുകയാണ്. ഈ ഒരു റിയാക്ഷൻ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഹാഫ് ഇയർലി കെമിസ്ട്രി എക്സാമിൻ്റെ ആൻസർ കീ ആയിട്ട് വരുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.